ഏതൊരു ക്രിക്കറ്ററിനും അവൻ്റെ മനസ്സിലെപ്പോഴും ഒരു ഇന്ത്യ എന്നുള്ളൊരു സ്വപ്നമായിരിക്കും അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. ഞാൻ 10th കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ക്രിക്കറ്റ് പ്രൊഫഷണലായിട്ട് തിരഞ്ഞെടുത്തത്. സഞ്ജുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആസ് എ ക്യാപ്റ്റൻ പ്ലെയേഴ്സിനെ ഒരുപാട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. കേരള ക്രിക്കറ്റ് ലീഗ് ഇപ്പോഴാണ് തുടങ്ങുന്നത്. ഇത് കുറച്ച് വൈകിപ്പോയി എന്ന് തന്നെ പറയാം. ഓൾറെഡി ഇതൊരു 5 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ് കേട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ അണ്ടർ 23 ഒരു കാറ്റഗറി എത്തിയ ഒരു പ്ലെയറിന് ഫൈനാൻഷ്യലി ഒരു വരുമാനം കിട്ടി തുടങ്ങും ക്രിക്കറ്റിൽ നിന്ന്. എല്ലാ പ്ലെയേഴ്സിനും നല്ലൊരു പ്രകടനം എല്ലാവരുടെയും മുമ്പിൽ കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമായിട്ടാണ് വരാൻ പോകുന്ന KCL ഞാൻ കാണുന്നത്. IPL മാതൃകയിൽ കേരളത്തിൽ ഒരു ക്രിക്കറ്റ് ലീഗ് വരികയാണ്. താരലേലം പൂർത്തിയായി. എറണാകുളത്തുകാരൻ അഖിൽ MS ആണ് താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റഴിഞ്ഞത്. കേരള ക്രിക്കറ്റ് ലീഗ് വരുമ്പോൾ മലയാളി ആരാധകർ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അഖിൽ MS മറുപടി പറയും. നമസ്കാരം. നമസ്കാരം. അഖിൽ കേരളത്തിന് വേണ്ടി അധികം ഒന്നും കളിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ജില്ലാ ക്രിക്കറ്റിലോ അല്ലെങ്കിൽ KCAയുടെ അണ്ടറിലോ ഒക്കെ ഒരുപാട് മത്സരങ്ങൾ കളിച്ചു. അപ്പം എന്തുകൊണ്ടായിരിക്കാം 7.4 ലക്ഷം എന്ന ഈ ഒരു വലിയ തുകയിലേക്ക് എത്തുവാനുണ്ടായ ഒരു കാരണം? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ടൂർണമെൻറ്റ്സ് കുറേ KCA സംഘടിപ്പിക്കുന്നതായിട്ടുള്ള റീസെൻ്റായിട്ടൊരു 3-4 ടൂർണമെൻറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഓൾറൗണ്ടർ ആയതുകൊണ്ട് ആയിരിക്കാം ഇത്രയും ഒരു തുകയ്ക്ക് പോയത്. ഓൾറൗണ്ടറാണ്, പക്ഷേ റൈറ്റ് ഹാൻഡ് ബാറ്ററാണ് എന്നതോ ഓക്കെ. പക്ഷേ റൈറ്റ് ഹാൻഡ് ലെഗ് സ്പിന്നാണ് തിരഞ്ഞെടുത്തത്. ഈ ലെഗ് സ്പിന്ന് പലപ്പോഴും ഒരു ബൗളിംഗ് വിഭാഗം എന്നതിൽ റൺസ് കൂടുതൽ വഴങ്ങാനൊരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ലെഗ് സ്പിൻ തിരഞ്ഞെടുത്തത്? ഞാൻ ആക്ച്വലി ഏതൊരു പ്ലെയറും കളി തുടങ്ങുമ്പോൾ എപ്പോഴും ഒരു ഫാസ്റ്റ് ബോളറായിട്ടേ തുടങ്ങുള്ളൂ. പക്ഷേ നമ്മളുടെ മുന്നിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഒരു റെയറായിട്ടുള്ള എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ. അപ്പോൾ ലെഗ് സ്പിൻ എന്ന് പറയുന്നത് കുറച്ച് റെയറാണ്, ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതാണ് അത് തിരഞ്ഞെടുത്തത്. ഈ കേരള ക്രിക്കറ്റിലേക്ക് ഇപ്പം സയ്യിദ് മുസ്താഖ് അലിയിൽ 4 മത്സരങ്ങൾ കളിച്ചു. ഇനിയിപ്പം ഈ ഒരു ടൂർണമെൻറ്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു രഞ്ജി ട്രോഫിയിലൊക്കെ മികച്ച അവസരങ്ങൾ ലഭിച്ചേക്കാം. അപ്പം അതിനും അപ്പുറം എന്താണ് കേരള ക്രിക്കറ്റിനപ്പുറം ക്രിക്കറ്റിൽ എന്താകണമെന്നാണ് ഒരു താല്പര്യം? ഏതൊരു ക്രിക്കറ്ററിനും എപ്പോഴും അവൻ്റെ മനസ്സിലെപ്പോഴും ഒരു ഇന്ത്യ എന്നുള്ളൊരു സ്വപ്നമായിരിക്കും അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ കേരളത്തിന് വേണ്ടി സയ്യിദ് മുഷ്താഖ് അലി 4 മാച്ച് കളിച്ചു. അപ്പോൾ ഇങ്ങനെയൊരു അവസരം ഇപ്പോൾ KCL നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞാനും ശ്രമിക്കുന്നത് കേരള മുഷ്താഖ് അലി യിൽ കളിക്കുക, അതുപോലെ തന്നെ അവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ IPL, ആ ഒരു സ്വപ്നങ്ങളാണ് ഇപ്പോഴും മനസ്സിലുള്ളത്. IPL എന്ന് പറയുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ IPL എന്ന് പറഞ്ഞാൽ അത് ക്രിക്കറ്റിനെ തന്നെ 2020 ക്രിക്കറ്റിനെ തന്നെ ഒരു മാറ്റി എഴുതി. ഒരു എക്സ്പ്ലോസീവ് സീസൺ, ബാറ്റിംഗ് വിസ്ഫോടനത്തിൻ്റെ സീസൺ എന്നാണ് കമൻട്രേറ്റർമാരൊക്കെ വിശേഷിപ്പിച്ചത്. അപ്പം ആ ഒരു രീതിയിലേക്ക് ബാറ്റിംഗ് വിസ്ഫോടനം നടത്താനുള്ള ഒരു കഴിവ് അഖിലിന് എങ്ങനെയാണ്? ആക്ച്വലി എനിക്കും അങ്ങനെ ഒരു റോളാണ്. ഓൾറൗണ്ടർ ആണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഒരു മിഡിൽ ഓർഡർ അല്ലെങ്കിൽ അവസാനത്തെ ഒരു 7 overs ആ ഒരു സ്റ്റേജിലാണ് ഞാൻ കൂടുതലും ബാറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ എപ്പോഴും ആ ഒരു സ്റ്റേജിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്നത് പോലെ ഒരു 20 ബോൾ 40 ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ പലപ്പോഴും മാച്ചിൽ ചെയ്തിട്ടുള്ളത്. ഈ പ്രായം ഇപ്പം 33 ആയല്ലോ. അങ്ങനെയെങ്കിലും ഒരു ഫിറ്റ്നസ് എപ്പോഴും എങ്ങനെയാണ്? ഫിറ്റ്നസ് നമുക്ക് ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് ഫിറ്റ്നസ്സിന് ഭയങ്കര പ്രാധാന്യമാണ് ഇപ്പോൾ എല്ലാ സ്പോർട്സിലും ഉള്ളത്. ഇപ്പോൾ അത് ക്രിക്കറ്റിലും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി. മീൻസ് വിരാട് കോഹ്ലിയെ പോലുള്ള പ്ലെയർ വന്നത് മൂലമായിരിക്കാം ആ ഒരു ഫിറ്റ്നസ്സിൻ്റെ കൺസേൺ ക്രിക്കറ്റിലേക്ക് വന്നത്. അപ്പോൾ ഫിറ്റ്നസ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോഴും മുമ്പിലേക്ക് കളിക്കാനുള്ള ആ ഒരു ഹോപ്പ് ഉള്ളതുകൊണ്ടാണ് ആ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ഫിറ്റ്നസ് വെച്ച് ഇനിയിപ്പം എത്ര കാലം ക്രിക്കറ്റ് തുടരാൻ കഴിയും, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്? എനിക്കിപ്പോഴും എന്നിൽ ആ ഒരത്ര കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഇനിയും 5-6 വർഷങ്ങൾ ഇനിയും മുന്നിലോട്ട് നല്ല രീതിയിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളൊരു ഹോപ്പ് എപ്പോഴും ഉണ്ട്. അഖിലിൻ്റെ ക്രിക്കറ്ററായുള്ള ആ ഒരു വളർച്ച അതെങ്ങനെയാണ്?
ആക്ച്വലി ഞാൻ 10th കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ക്രിക്കറ്റ് പ്രൊഫഷണലായിട്ട് തിരഞ്ഞെടുത്തത്. ഞാൻ തൃപ്പൂണിത്തുറക്കാരനാണ്. അവിടെ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രാക്ടീസിനും കാര്യങ്ങളൊക്കെ പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ, ഒരു ഫാസ്റ്റ് ബോളറായിട്ടായിരുന്നു, ബാറ്റ് ചെയ്യും. അങ്ങനെ പിന്നെ സ്പിന്നറായതാണ്. പിന്നെ അവിടെ നിന്ന് ഓരോ ഡിസ്ട്രിക്റ്റ്, ഓരോ കാറ്റഗറി കളിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഫാസ്റ്റ് ബോളിംഗ് ആയിരുന്നു ആദ്യം താല്പര്യം? ഫാസ്റ്റ് ബോളിംഗ് താല്പര്യമല്ല, നമ്മൾ തുടക്കത്തിലെപ്പോഴും നമുക്ക് അതായിരിക്കും മെയിനായിട്ട് വരുന്നത്. നമ്മൾ എന്ന് വെച്ചാൽ സ്പീഡിൽ എറിയാൻ പറ്റും. പക്ഷേ നമുക്ക് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ എനിക്ക് ഇപ്പോൾ അതിൽ മുമ്പിലേക്ക് പോകാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കുറവായിരുന്നു. ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഫാസ്റ്റ് ബോളർ ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഹയർ ലെവലിലേക്ക് കളിക്കാനായിട്ട് പൊതുവെ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ലെഗ് സ്പിന്നറായിട്ട് മാറിയത്. ഇന്ത്യയിൽ ഇപ്പം സ്പിന്ന് തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും ഫാസ്റ്റ് ബോളിംഗ് ആണെങ്കിൽ ഓടി വരണ്ടേ, അത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ സ്പിന്നിലേക്ക്, പിന്നെ ഇന്ത്യയിൽ ഒരു സ്പിൻ കണ്ടീഷനാണ്, കൂടുതൽ വിക്കറ്റ് കിട്ടും, അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടായിരുന്നോ? അങ്ങനെ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെക്കൊണ്ട് ചെയ്തപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി, അങ്ങനെ ആ ഒരു തോട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അല്ലാതെ നമ്മുടെ കണ്ടീഷണൽ ആ ഒരു സംഭവങ്ങളൊന്നും ഞാൻ ആ സമയത്ത് ചിന്തിച്ചില്ലായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ കേരള ക്രിക്കറ്റിലാണെങ്കിൽ സഞ്ജു, ഇന്ത്യ കളിച്ച ഒരു സഞ്ജു ഉത്തപ്പ, അതുപോലെ തന്നെ IPL നല്ല എക്സ്പീരിയൻസ് ഉള്ള സച്ചിൻ ബേബി ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ജലജ് ഉണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഉള്ള അവർക്കൊപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയുണ്ട്? ഈ പറയുന്ന എല്ലാ പ്ലേയേഴ്സും, ഇപ്പോൾ സഞ്ജു ആണെങ്കിലും, ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ സയ്യിദ് മുസ്താഖ് അലി കളിച്ചപ്പോൾ സഞ്ജു ആയിരുന്നു ക്യാപ്റ്റൻ. അപ്പോൾ നമുക്ക് അവരുടെ കളിക്കുമ്പോൾ അവരുടെ നിന്നുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. സഞ്ജുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവൻ ആസ് എ ക്യാപ്റ്റൻ പ്ലേയേഴ്സിനെ ഒരുപാട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ സച്ചിൻ ബേബി കാര്യങ്ങൾ എല്ലാവരുടെയും കൂടെ കളിച്ചിട്ടുണ്ട്. എല്ലാവരും ആ ഒരു എക്സ്പീരിയൻസ് അതൊരു വേറെ ലെവലാണ് എല്ലാവരുടെയും ഒത്തുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ 10th ക്ലാസ് കഴിഞ്ഞതിനെ പിന്നെയാണ് ക്രിക്കറ്റ് ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് പോയതെന്ന്. അതുവരെ അതെന്തുകൊണ്ടാണ് ഒന്ന് വൈകിപ്പോയത്? വൈകിപ്പോയത് നമുക്ക് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ഇപ്പോൾ പ്രൊഫഷണൽ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല, മനസ്സിലാക്കാൻ വൈകി. ചിലപ്പോൾ നമ്മൾ നാട്ടിൻപുറങ്ങളിൽ ഈ പറയുന്ന പോലെ ടെന്നീസ് ബോൾ കളി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഇത് നമുക്ക് അറിയുള്ളൂ ആ സമയത്ത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇതിന് ഇങ്ങനെ ഒരു വശമുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ ടീമിൽ എത്തുക. ആ ഒരു ഇതൊന്നും നമുക്ക് ആ ചെറുപ്പത്തിൽ നമുക്കറിയില്ല, ആരും പറഞ്ഞു തരാനും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ പ്രൊഫഷണലായിട്ട് മാച്ച് കളി തുടങ്ങുമ്പോഴാണ് അതിലേക്ക് എത്തുന്ന രീതി ഇതാണെന്ന് മനസ്സിലായത്. ഇന്ത്യൻ ടീമിലേക്ക് എത്തണം എന്നുള്ളൊരു. കുറച്ചുകൂടെ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോൾ 10th കഴിഞ്ഞ് തുടങ്ങിയത് എനിക്കങ്ങനെ ലേറ്റായിട്ട് തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന സമയം ഒരു കുറച്ച് നാൾ തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഇവിടെ കളിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇമ്പ്രസ്ഡ് ആയിരുന്നു. ഞാൻ വന്ന ആ ഒരു വെക്കേഷൻ ക്യാമ്പിലായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ തന്നെ അവിടെ ക്ലബ്ബിലുള്ള എല്ലാവർക്കും ഇമ്പ്രസ്ഡ് ആയിരുന്നു എന്നെ. അപ്പോൾ പിറ്റേ ദിവസം മുതൽ ക്ലബ്ബിലേക്ക് വൈകുന്നേരം പ്രാക്ടീസിന് വരണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ടോട്ടലി നമ്മൾ ചെന്ന ഉടനെ തന്നെ ആ ഒരു ഇമ്പ്രഷൻ കിട്ടിയത് കൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങോട്ട് നമ്മുടെ ഈ ക്രിക്കറ്റ് കരിയറിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു ഗ്യാപ്പൊന്നും വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ശ്രദ്ധയെ ആകർഷിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പം കേരള ക്രിക്കറ്റ് ലീഗിൽ 6 ടീമുകളുണ്ട്. ഇപ്പം നമ്മുടെ രോഹൻ കുന്നുമേലൊക്കെ നയിക്കുന്ന നമ്മുടെ കേരളത്തിലുള്ള താരങ്ങളാണ്. കുറച്ച് മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള താരങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു അനുഭവം കൂടെ കിട്ടിയില്ലായിരുന്നു, അങ്ങനെ ആലോചിക്കുന്നില്ല? അത് അവരുടെ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ നമുക്ക് നല്ലതായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് അതങ്ങനെ ഒരു ഇത് തിരഞ്ഞെടുക്കാത്തതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കേരളത്തിലെ പ്ലേയേഴ്സിന് കുറച്ച് കൂടുതൽ ചാൻസ് കിട്ടിക്കോട്ടെ. ഇപ്പോൾ 1-2-3 ആൾക്കാരെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു 3 പേരുടെ അവസരം നഷ്ടപ്പെടുകയാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ തിരഞ്ഞെടുത്തത്. ഒരു പക്ഷേ മറ്റ് സ്റ്റേറ്റിലെ കുറച്ച് കളിക്കാരിവിടെ വന്നിരുന്നെങ്കിൽ, ഇപ്പം കേരളത്തിന് എന്ന് പറഞ്ഞാൽ രഞ്ജിയിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തും. മറ്റ് സംസ്ഥാനങ്ങൾ, മുംബൈ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 1-2 കളിക്കാരുണ്ടായിരുന്നെങ്കിൽ അത് കേരള ക്രിക്കറ്റിന് ഗുണം ചെയ്യില്ലായിരുന്നു? കേരള ക്രിക്കറ്റിന് അത് ഗുണം ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഒരു
കുറച്ച് നല്ല പ്ലേയേഴ്സ് ഇപ്പോൾ ഈ പറയണ പോലെ മുംബൈ അല്ലെങ്കിൽ കർണാടക അതുപോലെയുള്ള ടീമുകളിൽ നിന്ന് കുറച്ച് ഗസ്റ്റ് പ്ലേയേഴ്സ് വന്ന് ഇങ്ങനെ ഒരു ഈ ഒരു ക്രിക്കറ്റ് ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലീഗിന് ഒരു നല്ലൊരു എക്സ്പോഷർ കിട്ടും. അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസും നമ്മുടെ പ്ലേയേഴ്സിനത് ക്യാപ്ചർ ചെയ്യാനും പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അങ്ങനെ ഒരു ഇതില്ല എന്നാലും ഇവിടെയും ഉണ്ട് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ സച്ചിൻ ബേബി, റോഹൻ കുന്നുമ്മേൽ, ഇതുപോലെ സഞ്ജു ഇപ്പോൾ ലീഗ് കളിക്കുന്നില്ല എങ്കിൽ പോലും അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നേക്കുന്നതിൽ കുറേ ജൂനിയർ കാറ്റഗറിയിലുള്ള പ്ലേയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ കുറേ പ്ലേയേഴ്സ്, അവർക്കൊക്കെ കുറേ അവസരമാണ് ഇങ്ങനെ ഒരു ലീഗ് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈ പറയുന്ന പ്ലേയേഴ്സിൽ നിന്നും കുറേ അനുഭവങ്ങളും കാര്യങ്ങളും കിട്ടും. ഇപ്പം IPL തുടങ്ങിയിട്ട് 17 വർഷമായി. കേരള ക്രിക്കറ്റ് ലീഗ് ഇപ്പോഴാണ് തുടങ്ങുന്നത്. മഹാരാഷ്ട്രയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ 1-2 സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ ലീഗ് ഉണ്ടായിരുന്നു. ഇത് വൈകിപ്പോയെന്ന് ചിന്തിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് വൈകിപ്പോയി എന്ന് തന്നെ പറയാം. ഓൾറെഡി ഇതൊരു 5 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ് കേട്ട് തുടങ്ങിയതാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ സമയത്തൊന്നും ഇതൊന്നും വരാൻ പറ്റിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ ടീം എടുക്കാനുള്ള ഇതൊക്കെ സാഹചര്യങ്ങളായിരിക്കാം. ഇപ്പോൾ എന്തുകൊണ്ടും ഭാഗ്യം കൊണ്ട് ഒരുപാട് വൈകാണ്ട് ഈ വർഷം വന്നത് തന്നെ വലിയ സന്തോഷം. സഞ്ജു ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഭാഗമല്ല, അത് തീർച്ചയായും ഓഡിയൻസിനെ അധികം ബാധിക്കില്ലേ? അത് ബാധിക്കാൻ ചാൻസ് കൂടുതലാണ്. എന്നാലും സഞ്ജു എന്താണ് കളിക്കാത്തതെന്ന് എനിക്ക് അതിൻ്റെ റീസൺ അറിയില്ല. പക്ഷേ സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ടൂർണമെൻറ്റിന് കുറച്ചും കൂടെ നല്ല റീച്ച് കിട്ടിയേനെ. ഇപ്പം അഖിലിന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കളിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം ക്രിക്കറ്റ് കരിയർ ഒന്ന് സീരിയസ് ആയിട്ട് കാണാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ കളിക്കുകയോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി കളിക്കുകയോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ കളിച്ചു കഴിഞ്ഞാലും ക്രിക്കറ്റ് നമ്മൾ എത്രത്തോളം അതിന് വാല്യൂ കൊടുക്കുന്നുണ്ടോ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. അതിപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തായാലും അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിൽ പോയാലും നമ്മളെങ്ങനെയാണോ അതിനോട് അപ്രോച്ച് ചെയ്യുന്നത് അതാണ് മെയിനായിട്ടുള്ള കാര്യം. നമുക്ക് കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടുന്ന ഇപ്പം മുംബൈ ആണെങ്കിൽ ബാക്ക് ടു ബാക്ക് കപ്പടിക്കും, അങ്ങനെയുള്ളൊരു ടീമുകളിലോടൊക്കെ കളിച്ചാലല്ലേ ഇന്ത്യൻ ടീമിലേക്കൊക്കെ എത്താൻ കഴിയുള്ളൂ. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു ചിന്തിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്കും ഒരിക്കൽ ഇതുപോലെയുള്ളൊരു ഫൈനലിലെത്തി ഒരു കപ്പടിക്കാനുള്ള ആ ഒരു കേപ്പബിൾ ഓഫ് പ്ലേയേഴ്സ് ഇപ്പോഴും ഉണ്ട്. അൺഫോർച്യുനേറ്റ്ലി എന്തെങ്കിലും ഒരു ഭാഗ്യക്കേട് അല്ലെങ്കിൽ ചിലപ്പോൾ ആ പർട്ടിക്കുലർ ഡേ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന പോലെ ക്വാർട്ടർ ഫൈനൽ അല്ലെങ്കിൽ സെമിയൊക്കെ എത്തുമ്പോൾ നമ്മൾ പരാജയപ്പെടുന്നത്. പക്ഷേ ടീം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നല്ല ടീമാണ്. ബാക്കിയുള്ള ഇപ്പോൾ മുംബൈ ആയാലും അതുപോലെ ഡൽഹി ആയാലും അങ്ങനെയുള്ള ടീമുകളെയൊക്കെ കോമ്പറ്റീറ്റ് ചെയ്യാനുള്ള ഒരു ടീം നമുക്കിപ്പോഴും ഉണ്ട്. ഇപ്പം നമുക്കിനി ഒരു രഞ്ജി ട്രോഫി കപ്പ് നേടുക അല്ലെങ്കിൽ വിജയ് ഹസാരെ ട്രോഫി കപ്പ് നേടുക, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തേരം കാത്തിരിക്കേണ്ടി വരും? അത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട് അതിനുള്ള എല്ലാ എന്താ പറയുക, ഈ പറയുന്ന പോലെ കപ്പടിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എന്ന് കിട്ടും എന്നുള്ളൊരു ഇതൊരു ചോദ്യചിഹ്നമാണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ചെയ്താൽ എന്തായാലും നമ്മുടെ കൂടെ തന്നെ അത് ഒരിക്കൽ വരും. അത് ഇപ്പം നമുക്ക് എത്ര നാളതിന് കാത്തിരിക്കാൻ പറ്റുമെന്ന് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം കേരള ടീമിൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ചില കളിക്കാരുണ്ട്. കൃഷ്ണപ്രസാദ് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്, രോഹൻ കുന്നുമ്മേൽ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്, മിഡിൽ ഓർഡർ സച്ചിൻ ബേബി ഉണ്ട്. അപ്പം നമുക്ക് ടാലൻറ്റിൻ്റെ ഒരു കുറവില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ക്വാർട്ടർ ഫൈനലിൽ എത്തുമ്പം വീണ് പോകുന്നത്? ആ ഒരു പർട്ടിക്കുലർ ഡേയുടെ മാത്രമാണോ അതോ ഓപ്പോസിറ്റ് വരുന്ന ടീം അതിനേക്കാൾ സ്ട്രോങ് ആയതുകൊണ്ടാണോ? എന്തുകൊണ്ടാവും നമ്മൾ ഈ ക്വാർട്ടർ ഫൈനലിൽ എത്തുമ്പോൾ വീണ് പോകുന്നത്? അത് ഈ പറയുന്ന പോലെ ആ ഒരു പർട്ടിക്കുലർ ഡേയുടെ ഒരു ഇതായിരിക്കാം. ചിലപ്പോൾ ചില മാച്ചസ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മാച്ചിൽ സംഭവിക്കുന്നതായിരിക്കാം അത്. അല്ലാതെ ഒപ്പോണൻ്റ് ശക്തരാണ് കാര്യങ്ങൾ ഇല്ല. നമ്മളും അതിനൊത്ത് തുല്യ ശക്തരായിട്ടുള്ള ഒരു എതിരാളികൾ തന്നെയാണ്. പക്ഷേ ആ പർട്ടിക്കുലർ ഡേയിൽ അവരുടെ കൂടെ നിന്നു ആ ഒരു രീതിയിൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പം കുറച്ചുകൂടെ നല്ല പരിശീലനമോ അങ്ങനെ എന്തെങ്കിലും ലഭിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം, അങ്ങനെ എന്തെങ്കിലും ഒരു കൺസേൺ
കേരള ക്രിക്കറ്റിൽ പരിഹരിക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ ഒന്നും തോന്നിയില്ല. നമുക്ക് എപ്പോഴും ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഈ പറയുന്ന പോലെ ക്യാമ്പുകളായാലും കാര്യങ്ങളായാലും നല്ല രീതിയിൽ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ എവിടെ ചെയ്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ ചെയ്യുന്നതിൽ തന്നെയാണ് എപ്പോഴും കാര്യം. അതിനായിട്ട് ഇപ്പോൾ നമുക്ക് വേറെ ഒരു ഫെസിലിറ്റീസോ കാര്യങ്ങളോ എടുക്കേണ്ട കാര്യമില്ല. നമുക്കിവിടെ ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കുറേ ക്വാളിറ്റി ഗ്രൗണ്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ തന്നെ ചെയ്തു കഴിഞ്ഞാലുള്ള ആ ഒരു കാര്യമേ ഉള്ളൂ അവിടെ. ഇപ്പോൾ KCLലേക്ക് വരികയാണെങ്കിൽ അത് ഇത്തവണ സ്ട്രീമിംഗ് ഉണ്ട്. സ്റ്റാർ സ്പോർട്സിലും കാണാം, അതുപോലെ തന്നെ ഫാൻ കോഡിലും കാണാം. ഇപ്പോൾ മലയാളി ആരാധകർക്ക് എന്താവും ഈ ഒരു KCLൽ നമുക്ക് ലഭിക്കുക? നല്ലൊരു മാച്ചസ് ആയിരിക്കും. നല്ല കുറേ മാച്ചസ് മലയാളി ആരാധകർക്ക് ഇപ്പോൾ ക്രിക്കറ്റ് സ്നേഹിക്കുന്ന കുറേ ആളുകൾക്ക് നല്ല മാച്ച് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നൈറ്റിലാണ് ഒരു മാച്ച്, ഒരെണ്ണം ഈവനിങ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. മീൻസ് കുറേ നല്ല മാച്ചസ് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സും തന്നെയാണല്ലോ കളിക്കുന്നത്. അപ്പോൾ കുറേ നല്ല അധികം മാച്ചുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. കേരളത്തിൽ ഒരുപാട് ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കളുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു ഗുണം ചെയ്യുമോ ഇത് ഇത്തവണത്തെ ലീഗ്? തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു ലീഗ് വരുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് ഇങ്ങനെയുള്ള പ്ലേയേഴ്സാണ്. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നമുക്കൊരു കേരള ടീമിൽ എത്താൻ പറ്റാത്ത കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ ജൂനിയർ പ്ലേയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ക്ലബ് ക്രിക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന എല്ലാ പ്ലേയേഴ്സിനും നല്ലൊരു പ്രകടനം എല്ലാവരുടെയും മുമ്പിൽ കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമായിട്ടാണ് ഇപ്പോൾ KCL വരാൻ പോകുന്ന KCL ഞാൻ കാണുന്നത്. അപ്പം കേരള ക്രിക്കറ്റ് ടീമിൽ എത്താൻ പറ്റാത്ത നിരവധി കളിക്കാരുണ്ടല്ലോ. അപ്പം അവരൊക്കെ ഈ KCLയുടെ അണ്ടറിൽ നിരവധിയായ ടൂർണമെൻറ്റുകൾ കളിക്കുന്നുമുണ്ട്. ക്രിക്കറ്റിലൂടെ ഏതൊരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു വരുമാന മാർഗമാകും. ഇപ്പോൾ ക്രിക്കറ്റ് നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ ഈ പറയുന്ന KCL കുറേ ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലബ് ചാമ്പ്യൻഷിപ്പ്, പ്രസിഡൻസ് കപ്പ്, അങ്ങനെ കുറേ ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത് ഈ പറയുന്ന പോലെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് വരുമ്പോഴാണ് ഈ ഫൈനാൻഷ്യലി ഇപ്പോൾ എല്ലാവർക്കും ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ T20 സയ്യിദ് മുഷ്താഖ് അലി, അതുപോലെ തന്നെ വിജയ് ഹസാരെ, രഞ്ജി ട്രോഫി കളിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പ്ലെയറിന് അവന് ഫൈനാൻഷ്യലി വളരെ സെറ്റാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഡൊമസ്റ്റിക്കിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു പ്ലെയറിന് ഫൈനാൻഷ്യലി നല്ല ബെനിഫിറ്റ് കിട്ടും. ഈ ഞാൻ ചോദിച്ചത് ഈ KCLയുടെ അണ്ടറിൽ ഇപ്പം ജില്ലാ ക്രിക്കറ്റ് അവിടെ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരാൾ ഏത് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിത്തുടങ്ങും? കേരള ടീമിൽ എത്തി തന്നെ ആ ഒരു ഫിനാൻഷ്യൽ ഇത് കിട്ടിത്തുടങ്ങും. അതായത് കേരള ഇപ്പോൾ കാറ്റഗറി ഉണ്ടല്ലോ, ഇപ്പോൾ അണ്ടർ 23 ഉണ്ട്. അതിൽ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ എല്ലാം BCCI ആണല്ലോ ഇതിൻ്റെ എല്ലാം ഫണ്ടും കാര്യങ്ങളും. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ അണ്ടർ 23 ഒരു കാറ്റഗറി എത്തിയ ഒരു പ്ലെയറിന് ഫൈനാൻഷ്യലി നമുക്ക് ഒരുപാടല്ല, എന്നാലും ഫൈനാൻഷ്യലി ഒരു വരുമാനം കിട്ടി തുടങ്ങും ക്രിക്കറ്റിൽ നിന്ന്. ഈ ജില്ലാ ക്രിക്കറ്റിൽ നിന്നാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്? അതെ, ജില്ലാ ക്രിക്കറ്റിൽ നിന്ന് തുടങ്ങി നമ്മൾ കേരള സ്റ്റേറ്റ് ടീമിൽ എത്തുമ്പോഴാണ് ആ ഒരു വരുമാനം നമുക്ക് കിട്ടിത്തുടങ്ങുന്നത്. ചെറുതാണെങ്കിലും അതൊരു എല്ലാവർക്കും നല്ല ഇതായിരിക്കും. പിന്നെ രഞ്ജി ട്രോഫിയൊക്കെയാണ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഫിനാൻഷ്യലി എല്ലാവർക്കും നല്ലൊരു അസറ്റായിട്ട് വരും. ഈ ജില്ലാ ക്രിക്കറ്റിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തികമായുള്ള കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഇത് ചിലവ് നോക്കുകയാണോ? അല്ല, അതെല്ലാം ഡിസ്ട്രിക്റ്റ് അസോസിയേഷനോ അല്ലെങ്കിൽ KCA തന്നെയാണ് നോക്കുന്നത്. നമ്മുടെ എല്ലാ മാച്ചസ്, ഇപ്പോൾ റൂംസ് ആയാലും നമ്മൾ സ്റ്റേ ചെയ്യുന്നതെല്ലാം അവർ തന്നെ. നമുക്ക് അങ്ങനെ ചിലവുകളും കാര്യങ്ങളൊന്നുമില്ല അവിടെ. പിന്നെ എന്തെങ്കിലും ട്രാവൽ ചെയ്തിപ്പോൾ നമുക്ക് മാച്ച് ഉള്ളത് എവിടെയാണോ, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ചിലപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ആ ട്രാവലിങ് ചിലപ്പോൾ നമ്മളത് പിന്നെ അവസാനം നമുക്ക് TA ആയിട്ട് KCA തന്നെ, അല്ലെങ്കിൽ KCAയോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ആരാണോ അവരത് നമുക്ക് തരാറുണ്ട്. അങ്ങനെ നമുക്ക് ചിലവ് വേറെ ഒന്നുമില്ല. അപ്പം ക്രിക്കറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയിലെ ഒരാൾക്ക് ഇത് തീർച്ചയായും ഈ ലീഗുകളൊക്കെ ഒരു ഗുണം ചെയ്യും.
തീർച്ചയായിട്ടും. ഇനി വരുന്ന പ്ലെയേഴ്സിന് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വർഷം തുടങ്ങിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ നല്ല മാച്ചസുകൾ കളിക്കാനും അതുപോലെ ഇനി വരുന്ന ജനറേഷന് ഈ ഒരു ടൂർണമെൻറ്റ് എപ്പോഴും അവർക്ക് പെട്ടെന്ന് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി പെട്ടെന്ന് ഇത് ഹൈപ്പ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയേഴ്സിന് ഇങ്ങനൊരു പ്ലെയർ ഉണ്ട്, അവൻ അത്ര നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് നോട്ടീസബിൾ ആവും ഒരു പ്ലെയർ. അത് ഈ വരുന്ന ജനറേഷന് വളരെ ഉപകാരമായിരിക്കും. തീർച്ചയായും നമ്മുടെ ജനറേഷനിലൊക്കെ പറ്റിയൊരു പ്രധാന പ്രശ്നം എവിടെ ക്രിക്കറ്റ് ലീഗുകളുണ്ട് എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു നമുക്ക്. പിന്നെ വീട്ടിൽ നിന്നുള്ള ഒരു പിന്തുണ, അതിൻ്റെ ഒരു കുറവൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അഖിലിന് എങ്ങനെയാണ് വീട്ടിൽ നിന്നുള്ള ഒരു പിന്തുണയ്ക്ക് എങ്ങനെയായിരുന്നു? ഇല്ല, എനിക്ക് വീട്ടിൽ നിന്ന് ക്രിക്കറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ 15 വയസ്സ് ആ ഒരു ടൈമിലാണ് ഞാൻ ക്രിക്കറ്റിലേക്ക് വരുന്നത്. അപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഫാമിലിയിൽ ഉള്ള ഇപ്പോൾ അച്ഛനായാലും അമ്മയായാലും നമ്മൾ കളിച്ചിട്ട് ഒന്നും ആയില്ലെങ്കിൽ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും സപ്പോർട്ടീവ് ആണ്. അതുപോലെ തന്നെ കളിയും എഡ്യൂക്കേഷനും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ AG ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് അവിടെ ജോലി കിട്ടി. അതും നമ്മുടെ ക്രിക്കറ്റ് ബേസിൽ സ്പോർട്സ് കോട്ടയിൽ തന്നെ കിട്ടിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ എനിക്ക് ഫാമിലിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ക്രിക്കറ്റ് മോർ കോമ്പറ്റീറ്റീവ് ആണല്ലോ മറ്റേതൊരു ഗെയിം എന്ന് പറഞ്ഞാലും. ഇതിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ, ക്രിക്കറ്റിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പം ക്രിക്കറ്റ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതിന് കാരണം എന്താ? അങ്ങനെ ഒന്നാമത്തെ കാര്യം, ക്രിക്കറ്റ് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ, അതായത് ഇപ്പോൾ ഞാൻ പ്രൊഫഷണലായിട്ട് കളി തുടങ്ങുന്നതിന് മുമ്പേ വളരെ അത്രയും ഇഷ്ടമായിരുന്നു ക്രിക്കറ്റ് കാണാനും. സ്കൂളിൽ പോകാണ്ട് തന്നെ TV-യിൽ മാച്ചുള്ള സമയത്ത് സ്കൂളിൽ പോകാതെ വരെ ക്രിക്കറ്റ് കണ്ടിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്രിക്കറ്റ് അത്ര ഇഷ്ടമുള്ളത് കൊണ്ട് ആണ്. ഇത് ഇഷ്ടപ്പെടാൻ കാരണമായ ഒരു കളിക്കാരനൊക്കെ ഉണ്ടാവുമല്ലോ. തീർച്ചയായും. ഇപ്പോൾ ഞാനൊരു പറയുന്ന പോലെ 90s കിഡാണ്. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ ആയിരുന്നു നമ്മുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ടെണ്ടുൽക്കർ തന്നെയായിരുന്നു. അതിനുശേഷം കുറേ പ്ലേയേഴ്സ് വന്നിരുന്നെങ്കിലും നമുക്ക് ആദ്യത്തെ ആ ഒരു ആരാധന എപ്പോഴും ടെണ്ടുൽക്കറിനോടായിരിക്കും. ഇപ്പം അങ്ങനെ ഏതെങ്കിലും തരത്തോടെ ആരാധന ഉണ്ട്? ഇപ്പോഴും ടെണ്ടുൽക്കർ ഒരു ആരാധന ഇത് തന്നെയാണ്. അതുപോലെ സൗരവ് ഗാംഗുലി ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ധോണി, കോഹ്ലി, എല്ലാവരെയും. ജനറേഷനിലേക്ക് വരുമ്പം ഏതെങ്കിലും ഒരു കളിക്കാരൻ്റെ ഈ ജനറേഷനിലെ ഇപ്പോൾ വിരാട് കോഹ്ലിയൊക്കെ ആണെങ്കിൽ വിരാട് കോഹ്ലിനെ ഇഷ്ടമാണ്. പിന്നെ പുതിയ ജനറേഷനിൽ ഇപ്പോൾ പറയാനായിട്ട് അങ്ങനെ ഒരു പെട്ടെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടുന്നില്ല, പേര് പറയാൻ കിട്ടുന്നില്ല. T20 ക്രിക്കറ്റ് IPL വന്നപ്പോൾ അശ്വിൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ബൗളിങ് മാത്രം പോരാ, ബാറ്റിങ്ങും പഠിച്ചിരിക്കണം. അപ്പം 11ാമത് കയറുന്ന ബൗളർ ആണെങ്കിലും അല്പം ബാറ്റിങ് പഠിച്ചിരിക്കണം. അതായത് ബൗളർമാരുടെ ഒരു റോള് ഇല്ലാതാകുകയാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് ക്രിക്കറ്റ് മാറുന്നുണ്ടോ? T20 ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും മെയിനായിട്ട് ബാറ്റേഴ്സിൻ്റെ ആ ഒരു ഇതാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വാക്കുകൾ പറഞ്ഞത്. ഇപ്പോൾ അവസാനം വരുന്ന ഒരാൾക്കൊരു 5 ബോളിൽ ഒരു 15 റൺ എടുക്കാൻ ഉള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അത് എപ്പോഴും ആ ടീമിന് യൂസ്ഫുള്ളായിരിക്കും. ആ ഒരു റൺസിലായിരിക്കും ചിലപ്പോൾ ജയിക്കുന്നത്. T20 എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോർമാറ്റിൽ ആ ഒരു ചെറിയ ഒരു 6ഓ ഒരു 4ഓ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മിസ്ഫീൽഡോ അതിലൊക്കെ കളി നോക്കുന്ന അവസ്ഥകൾ T20-ൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന 11ാമത്തെ പ്ലെയറിന് വരെയും ബാറ്റ് ചെയ്യാൻ ആ ഒരു കേപ്പബിലിറ്റി വേണമെന്ന് പറയുന്നത്. 2015 വേൾഡ് കപ്പിൽ അന്നാണ് റൺസ് ഒഴുകുക എന്നൊരു രീതി വന്നത്. അന്ന് എനിക്ക് തോന്നുന്നു 30 യാർഡ് സർക്കിളിന് വെളിയിലേക്ക് 4 പേരേ പാടുള്ളൂ. അപ്പോഴത്തേക്കും ഒരുപാട് റൺസ് വന്നു. അന്ന് ആ ഒരു നിയമം അതിനുശേഷം മാറ്റി. പക്ഷേ അന്നും ബൗളിങ്ങിൽ തിളങ്ങി. മുഹമ്മദ് ഷമിയെ പോലുള്ളവരെ ബൗളിങ്ങിൽ തിളങ്ങി. അപ്പോൾ കൂടുതൽ റണ്ണ് വിട്ടുകൊടുക്കുക, വിക്കറ്റ് നേടുക, ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൂടുതൽ നോട്ട് ചെയ്യുന്ന കുറച്ച് റൺസ് വിട്ടുകൊടുത്ത് കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കുറച്ച് റൺസ് വിട്ടു കൊടുക്കുന്നയാൾ വിക്കറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതായിരുന്നു ബൗളിങ്ങിൻ്റെ ഒരു പ്രത്യേകത.
അപ്പം അത് മാറി കൂടുതൽ റണ്ണ് വിട്ടുകൊടുത്ത് ആണെങ്കിലും വിക്കറ്റ് വീഴ്ത്തുക, അത് ആണ് ഒരു രീതിയായിട്ട് വരുന്നത്. ബൗളിംഗ് അങ്ങനെ ഒന്ന് മാറുന്നുണ്ടോ ഇപ്പം? അങ്ങനെ ഒരിക്കലും നമ്മളിപ്പോൾ ഒരു ബോളർ ആസ് എ ബോളർ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. നമ്മൾ റണ്ണ് വിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കില്ല. ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഈ പറയുന്ന പോലെ വിക്കറ്റുകൾ മാറിയത് കൊണ്ടായിരിക്കാം, കുറച്ചും കൂടെ റൺസ് വരുന്ന വിക്കറ്റുകളാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു മിനിമം ഇപ്പോൾ പണ്ടൊക്കെ എറിഞ്ഞാൽ 10 ഓവർ 30 എന്നൊക്കെ പറയണ 30-40 കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ 10 ഓവർ 60 കൊടുക്കുന്ന ബോളർ നല്ലതാണ്. അത് ചിലപ്പോൾ വിക്കറ്റുകളുടെ ചേഞ്ചാണത്. അപ്പോൾ ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 10 ഓവർ, ഇപ്പോൾ T20 ആണെങ്കിൽ 4 ഓവർ 40 കൊടുക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓക്കെയാണ്. നമ്മൾ കാണുമ്പോൾ 10 റൺസ് വെച്ച് ഇക്കോണമി പോയിട്ടുണ്ടെങ്കിൽ പോലും ആ 4 ഓവറിൽ 40 പോയിട്ടുണ്ടെങ്കിൽ അവനവിടെ ഒരു 2-3 വിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡീസൻ്റ് ആണ്. ഇപ്പം കഴിഞ്ഞ T20 വേൾഡ് കപ്പ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് നടന്നു. അമേരിക്കയിലെ പിച്ചുകളിൽ ചെറിയ സ്കോറൊക്കെ വരുന്നുള്ളൂ. 80 റൺസ് പിന്തുടർന്ന് ജയിക്കാൻ 16 ഓവർ വരെ വേണ്ടി വന്നു. അപ്പം അതിനൊരു രസമുണ്ട്, കാരണം ലോ സ്കോറിംഗ് ത്രില്ലർ എന്ന് അതിനെ പറയാം. പക്ഷേ ഇപ്പോഴത്തെ കാഴ്ചക്കാരായ ആരാധകരായിട്ടുള്ള ആളുകൾ ഇപ്പം ആഗ്രഹിക്കുന്നത് വലിയ സ്കോറുകൾ വരണം, ഫസ്റ്റ് ബോൾ മുതൽ ബൗണ്ടറികൾ പോകുന്നത് കാണണം. അതാണ് ആളുകൾക്ക് ഒരു കാണാനൊരു ആഗ്രഹം. ആ രീതിയിലേക്ക് ക്രിക്കറ്റ് മാറുന്നുണ്ട്. ഇതിപ്പോൾ ആ ഒരു രീതി എന്ന് പറയുമ്പോൾ T20യിൽ അങ്ങനെ ആയിരിക്കും, ആളുകൾക്ക് 6ഉം 4കളും കാണുന്നതായിരിക്കും വിക്കറ്റ് പോകുന്നതിനെക്കാട്ടും കൂടുതൽ ഹരം. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ അമേരിക്കയിലെ വിക്കറ്റുകൾ കുറച്ച് ബോളിങ്ങിനെ തുണയ്ക്കുന്ന വിക്കറ്റുകളായിരുന്നു. ഈ പറയുന്ന 80-100 റൺസുകൾ ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് ടീമുകൾ ബുദ്ധിമുട്ടി. പക്ഷേ അങ്ങനെ ഒരു സ്കോർ വരുമ്പോൾ ഒരാൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കളി പെട്ടെന്ന് മാറും. ഇപ്പോൾ ഒരു 80 ചേസ് ചെയ്യുമ്പോൾ ഒരാൾ വന്ന് തുടക്കത്തിൽ ഒരു 30 റൺസ് അടിച്ചാൽ തന്നെ ആ ടീമിൻ്റെ കയ്യിലേക്ക് കളി വരും. പക്ഷെ മറിച്ച് ഇപ്പോൾ ഒരു 200 റൺസ് ചേസ് ചെയ്യുമ്പോൾ ഒരാൾ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ജയിക്കില്ല. ഒരു 3-4 പേര് പ്രയത്നിച്ചാൽ 200ലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആളുകൾക്ക് അത് കാണാനായിരിക്കും കൂടുതൽ ഇഷ്ടം. ഈ വലിയൊരു തുക 7.4 lakhs എന്ന ആ വലിയ തുക, അതൊരു സമ്മർദ്ദമല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മളിൽ തന്നെ ഒരു പ്രഷർ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എന്നെ ആ അത്ര എമൗണ്ട് എടുത്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്താൽ അത് നമ്മുടെ എപ്പോഴും ആ ഒരു പെർഫോമൻസിനെ എന്തായാലും ബാധിക്കും. നമ്മൾ നോർമലായിട്ട് നമ്മൾ ഒരു മാച്ചിനോട് എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യാറുള്ളത് ആ ഒരു സമീപനം തന്നെ നമ്മൾ ഈ ഇതിലും ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അതർവൈസ് നമ്മൾ കുറച്ച് ചിലപ്പോൾ നമ്മുടെ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഓഫീസിന് വേണ്ടി കളിക്കുമ്പോഴായാലും അല്ലെങ്കിൽ വേറെ കേരളത്തിന് വേണ്ടി കളിക്കുമ്പോഴായാലും നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് ആ കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് അതിൻ്റെ റിസൾട്ട് നമുക്ക് തരും. സമീപകാലത്തെ ഫോം വെച്ച് എങ്ങനെ എന്ത് തോന്നുന്നു? ഈ ഒരു ടൂർണമെൻറ്റിൽ വരുമ്പോൾ കൂടുതൽ പ്രതീക്ഷകളാണോ അതോ എന്തെങ്കിലും പരിഹരിക്കാനുണ്ട് എന്ന്? അല്ല, ഇപ്പോൾ സമീപകാലത്തെ ഇപ്പോൾ കളിക്കുന്ന എല്ലാ മാച്ചുകളിലും അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. റീസെൻ്റ്ലി നമ്മളുടെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റ് ഒരു മാച്ച് കഴിഞ്ഞിരുന്നു. അത് AG കേരളയും പിന്നെ ബംഗാളൊരു ടീമായിട്ടായിരുന്നു. അത് അത്യാവശ്യം അവർ നല്ല വെൽ സൈഡായിരുന്നു. ആ സമയം ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് ആകാൻ കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ T20 മാച്ചസ് ആയാലും ഇപ്പോൾ അതർവൈസ് വേറെ ഏത് മാച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് എല്ലായിടത്തും അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളത് എപ്പോഴും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. ബോളിംഗ് ആണെങ്കിൽ നമുക്ക് എന്താണോ അതിൽ വെറൈറ്റി അറിയാൻ പറ്റുന്ന ആ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു ലീഗിന് വരുമ്പം ഏറ്റവും നല്ല പ്രകടനം തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.